Hello friends, welcome to the channel. 𝙑𝙗𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു UPS 4 റൂട്ടർ തന്നെയാണ്. ഒരു 1500ന്റെ താഴെ വരുന്ന ഒരു നല്ലൊരു നമ്മുടെ മോഡം അല്ലെങ്കിൽ റൂട്ടർ UPS ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വേറൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തന്നെയാണ്, ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. PowerFills Pro എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയാണ്. ഇത് നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് 4500 mAh ബാറ്ററി വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോർമൽ ഒരു 12 വോൾട്ട്, ഇത് നമുക്ക് വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് 12 വോൾട്ടിൻ്റെ മോഡവും പറ്റും, 9 വോൾട്ടിൻ്റെ മോഡവും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് രണ്ടും ഇതിൽ വേണമെങ്കിൽ ടോഗിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ സ്വിച്ച് ഉണ്ട്, നമുക്ക് ഏതാണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതൊരു 1500 താഴെ വരുന്നൊരു റേറ്റാണ്. ശരിക്കും 1250 അങ്ങനെ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. കസ്റ്റമർ കെയറൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഞാൻ ആക്ച്വലി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ പോകണം ആക്ച്വലി. പക്ഷേ നമ്മളിപ്പോൾ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി 2-3 ദിവസം നമ്മളിത് ഉപയോഗിച്ചിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബോക്സ് കാലിയാണ്. നമ്മുടെ ബോക്സ് ഓൾറെഡി നമ്മുടെ മോഡത്തിൽ കുത്തിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാനായിട്ട് മുമ്പ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അൺബോക്സിങ്ങിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബോക്സ് കാലിയാണ്, പക്ഷേ നമുക്ക് ബോക്സ് എന്തായാലും പരിചയപ്പെടാം. റീസെൻ്റ്ലി ഞാൻ എന്തായാലും അൺബോക്സിങ് വേറെ ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം, ഞാൻ വെറുതെ പറയില്ല. നമ്മൾ ഓൾറെഡി ഇതൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയത് കാരണം ഞാൻ എടുക്കാഞ്ഞത് കണ്ടു. നമ്മുടെ പ്രൊഡക്റ്റ് കാലിയാണ്, ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ബോക്സ് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഓൾറെഡി കറക്റ്റ് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കട്ടെ. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ കാണാനും ഫുൾ ലെങ്ത്തിൽ കാണാനും മറക്കണ്ട. നല്ലൊരു എനിക്കൊരു എക്സ്പീരിയൻസിൽ നല്ലൊരു UPS തന്നെയാണ്. ഒരു 6 to 6 ഓൾമോസ്റ്റ് 7.5 hour ഇടുന്നുണ്ട്. എൻ്റെ 12 വോൾട്ടിൻ്റെ 1 ആംപിയറിൻ്റെ മോഡാണ്. അപ്പോൾ ചെറുതാണ്, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷാണ് വരുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോർമൽ നമ്മുടെ റെസണേറ്റിൻ്റെയും അതുപോലത്തെ ഒക്കെ നോർമൽ തന്നെയാണ്. അത്യാവശ്യം ഒരു ബാർ പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു ഓൺ ഓഫ് സ്വിച്ചും ബട്ടണുണ്ട്, ഒരു LED ബട്ടണും ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഡീറ്റെയിൽസും ഫുള്ള് കാണാം. അപ്പോൾ എന്തായാലും കുറച്ച് പേർക്ക് നമുക്ക് ഈ ക്യൂബോ UPS അതുപോലെ നമ്മൾ ക്യൂബോ UPSൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മൾ കസ്റ്റമർ കെയർ എങ്ങനെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യുന്നൊക്കെ വേണ്ടിയിട്ട് അത് കാണാത്തൊരു പോയി കാണാൻ ഞാൻ മുകളിൽ കൊടുക്കാട്ടെ. ക്യൂബോ അതുപോലെ ലൂമിനസിൻ്റെ അതുപോലെ കേഴ്സറിൻ്റെ അതുപോലെ ഡോക്ടർ കോമിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് 2000 റേഞ്ചിൽ വരുന്നൊരു പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ അത് പറ്റാത്തവർക്കും ഒരു 1200 1300 റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്തായാലും ഒരു ലോങ് ടൈം റിവ്യൂസിന് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാനായിട്ട് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഗിവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് തുടങ്ങിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഇട്ടാ. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്കിൽ പോയി ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ PowerFills Pro എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മിനി UPS ആണ്. നമുക്ക് ഈ നമ്മുടെ റൂട്ടറിനും റിമോട്ടറിനൊക്കെ ഉള്ള വേണ്ടിയിട്ടുള്ളൊരു UPS ആണ്. അപ്പോൾ ഇത് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി പോലത്തെ ഒരു കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനി തന്നെയാണ്. PowerFills എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് വരുന്നത്. നമുക്കിതിൽ 9 വോൾട്ടും പറ്റും, 12 വോൾട്ടും പറ്റും. രണ്ട് എന്താ പറയുക, ഒരു നമ്മുടെ സ്പെസിഫിക്കേഷൻ പറ്റുന്ന റൂട്ടേഴ്സും മോഡംസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഞാൻ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിലാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറയാം. അപ്പോൾ ഇവിടെ PowerFills Pro എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എവരിഡേ പവർ സപ്ലൈ ബഡി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 9 watt 12 watt DC സെലക്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ ഹൈ പവർ ആയിട്ടുള്ള 12 volt to 2 ampere മാക്സിമം ആണ്. 9 watt 2 ampere ആണ് മാക്സിമം വരുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി വരുന്നത് 4400 mAh ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 6-7 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടേണ്ടതാണ്. ഇതിൽ നമുക്ക് എന്തായാലും ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ അത് തന്നെ ഇവിടെ ഇതിൻ്റെ 12 volt 2 ampere and 9 watt 2 ampere വരെ UPS for Wi-Fi routers and network solutions ആണ് ഇതുണ്ട്. ഇവിടെ ക്യാൻ ബി യൂസ്ഡ് ഫോർ Wi-Fi routers, modems, Wi-Fi repeaters, CCTV, DTH സെറ്റ് ബോക്സ്, സെക്യൂരിറ്റി ഡിവൈസസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു പടം കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ ആയിട്ടുള്ള ഇമെയിൽ ആയിട്ടുള്ള support@powerfills.com ആയിട്ടും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ പ്രൈസ് വരുന്ന 1200 സംതിങ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഒരു 1500 താഴെ ഒരു നിങ്ങളൊരു UPS നോക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ബെസ്റ്റ് സാധനം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആമസോണിൽ ഞാൻ വാങ്ങിയത് തന്നെയാണ്. നമ്മുടെ എന്താ പറയുക, സ്പെസിഫൈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ബോക്സ് ഫുള്ളായിട്ട് നോക്കാം. എന്തായാലും ഈ സൈഡിലായിട്ട് 9 watt or 12 watt ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് സ്വിച്ചിങ് ആണ് കൊടുത്തിട്ടുണ്ട്.
ബാറ്ററി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, വൈഡ് ഡിവൈസ് കമ്പാറ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് ചാർജിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്മോൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചാർജ് അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ ഫസ്റ്റ് യൂസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചാർജിങ് കൊടുക്കണം. ഔട്ട്പുട്ട് പവർ മാക്സിമം 24 watt ആണ്, ബാക്കപ്പ് 6 hours മാക്സിമം, കപ്പാസിറ്റി 4400 mAh ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലായിട്ട് എങ്ങനെയാണ് കുത്തേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ടിൻ്റെ വയർ, ഔട്ട്പുട്ടിൻ്റെ വയർ, നമുക്കൊരു സ്വിച്ചും ഉണ്ട് പവർ ബട്ടണായിട്ട്. പിന്നെ നമുക്ക് www.powerfills.com വാറണ്ടി രജിസ്ട്രേഷൻ, നമുക്ക് വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മതിയിട്ട്. നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽ ആയിട്ട് ഈ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിങ് ഡീറ്റെയിൽ 2990 രൂപ ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ 1200 1300 റേഞ്ചിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ്. ഞാൻ എന്തായാലും നമ്മുടെ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയില്ല, ലിങ്ക് കിട്ടും. അത്യാവശ്യം നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളെന്തായാലും ട്രൈ ചെയ്ത് അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാക്കേജ് കണ്ടെന്ന് പറയുന്നത് PowerFills Pro UPS ഉണ്ട്, ബ്രിഡ്ജ് കേബിൾ ഓർ കണക്ടർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ പ്ലസ് വാറണ്ടി കാർഡ് ഉണ്ട്. എന്തായാലും നമുക്ക് ലോങ് ടേം യൂസ് എന്തായാലും നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു അവരായിട്ട് ചാറ്റ് സംസാരിച്ച് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ സീൽഡാണ് കേട്ടോ, സീൽഡാണ്. നമുക്ക് എന്തായാലും ഒരു നൈഫ് എടുത്തിട്ട് വരുന്നത് കട്ട് ചെയ്തിട്ട് തിരിച്ച് വരാം. അപ്പോൾ നമ്മൾ ബോക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു പാക്കേജിംഗ് ആണ് വരുന്നത്. ആവറേജ് പാക്കേജിംഗ് ആണ് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല, അത്ര ലോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല ടൈറ്റാണ് പോരാ, ഞാൻ കിട്ടുന്നില്ല. അയ്യോ, നമ്മൾ അധികം ബലം പിടിച്ച് നമ്മുടെ ബോക്സ് കേടാവും. അപ്പോൾ നമുക്ക് ബോക്സ് കേടായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ എല്ലാം ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ എടുത്തേക്കാറ് പതിവൊക്കെ ഉണ്ട്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോക്സ് പാക്കേജിങ് തന്നെയാണ്. ഒരു ചെറിയ ഒരു PowerFills നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ഇത് പ്രോഡക്റ്റാണ്. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ട് നമുക്കൊരു കാർഡ് അവർ തന്നിട്ടുണ്ട്. പ്ലീസ് യൂസ് ആൻഡ് സപ്പോർട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെക്കാം. പിന്നെ നമുക്കിതിൽ എന്താ ഉള്ളത് നോക്കാം. ഒരു യൂസർ മാനുവലും അതുപോലെ റിട്ടേൺ വാറണ്ടി പോളിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ നമുക്ക് വാറണ്ടി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ട് നമ്മുടെ എങ്ങനെയാണ് അവർ സൈറ്റിൽ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ കേബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേബിൾ മോസ്റ്റ്ലി ഇത് തന്നെയായിരിക്കും. എന്തായാലും നമുക്കിത് ചാർജ് ചെയ്യണമെന്നവർ പറഞ്ഞിട്ടുണ്ട്. 2 hour അറ്റ്ലീസ്റ്റ് മിനിമം ചാർജ് ചെയ്യണം 2 hour എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചാർജ് ചെയ്തിട്ട് തിരിച്ച് വരാൻ നല്ലതായിരിക്കും. അപ്പോൾ പവറില്ല പവറുണ്ട്, പക്ഷേ എന്തായാലും നമ്മൾ ചാർജ് ചെയ്യണമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ 12 volt ആണ്. അപ്പോൾ നമുക്ക് 12 volt തന്നെ മാറ്റിയിടാം. ഇൻപുട്ട് ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് മിനിമം 2 hour ചാർജ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളിപ്പോൾ 2 to 3 hour ചാർജ് ചെയ്തിട്ട് തിരിച്ച് വരാം. നമ്മളിത് 2-3 മണിക്കൂർ ചാർജ് ചെയ്തു. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കുത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഫുൾ ചാർജ് ആയിട്ടില്ല. ഇപ്പോൾ റെഡ് കളർ തന്നെയാണ് കത്തുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ ഔട്ട്പുട്ടിൽ കുത്തി നോക്കാം. നമ്മളെ ഉണ്ടായിരുന്ന UPS നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ UPS. ഇതിപ്പോൾ ഓഫിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ ആക്കാം. അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തി. അപ്പോൾ നമുക്ക് ഇതിന് സംഭവം നമ്മുടെ പവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഓണായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കറണ്ട് എന്താ പറയുക മെയിൻ പവർ നമുക്ക് ഊരി നോക്കാം കേട്ടോ. ട്രൈ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ റീസ്റ്റാർട്ട് ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണ്ടോ എന്ന് നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും ഇതൊന്നും എല്ലാം ഓണായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളിത് എല്ലാം ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട്. നമുക്ക് PON ഓൺ ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്, ലാനും ഓൺ ആയിട്ടുണ്ട്, വൈഫൈയും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ കാണാം. ഞാൻ ഇതിൻ്റെ നമ്മുടെ മെയിൻ നിങ്ങൾക്ക് വയറായിട്ട് കറക്റ്റ് കാണിച്ചു തരാം. നമ്മളിത് നമ്മുടെ അഡാപ്റ്റർ എന്നുള്ള വയറാണ്. അത് നേരിട്ട് നമ്മൾ പോയിക്കുന്നത് ഇവിടേക്കാണ്, ഇവിടെ നിന്നാണ് നമുക്ക് പോയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അഡാപ്റ്റർ ഓഫ് ചെയ്ത് നോക്കാം. അഡാപ്റ്റർ ഞാൻ കുത്തിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ ഇട്ടത്. ഞാൻ ഇത് ഓഫ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഊരാണ്. എന്താ ഒരു പ്രോബ്ലം ഇല്ല, റീസ്റ്റാർട്ട് ആവണമെന്നില്ല, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ബ്രാൻഡ് എനിക്ക് തോന്നുന്നു, നല്ലൊരു. പക്ഷേ എന്നാൽ ഞാൻ അതിൻ്റെ ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു എന്തായാലും. അപ്പോൾ എന്തായാലും ഇത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. റീസ്റ്റാർട്ടും കാര്യങ്ങളൊന്നും ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തിരിച്ച് കുത്തുകയാണ്. എന്തായാലും നമ്മുടെ ഫുൾ ചാർജ് ആയിരുന്നില്ല. അപ്പോൾ ഞാനൊരു 2-2.5 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യണമെന്നുള്ളൂ. എന്നാലും ഫുൾ ചാർജ് ആയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ PowerFillsൻ്റെ ബ്രാൻഡിങ് മോഡൽ കാണാൻ നിങ്ങൾക്ക് നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. ബിൽ ക്വാളിറ്റി ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു 4000 mAh ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ 4000 mAh ഫോണുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ അത്രയൊന്നും തീരെ വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്, പിന്നെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 12 volt 9 volt സെലക്ട് ചെയ്യാനുള്ളൊരു ഇതും വന്നിട്ടുണ്ട്. വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊരു സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. ശരിക്കും അത് മിസ്സിംഗ് ആയിട്ട് പോയതാന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല. ഒരു ഓറഞ്ചും പച്ച കളറായിട്ടാണ് ഇപ്പോൾ കത്തുന്നത്. ഒരു മിഡിലായിട്ട് എനിക്ക് തോന്നുന്നു ഫുൾ ചാർജിൻ്റെ.
അപ്പോൾ ഒരു 1500 രൂപ താഴെ വരുന്ന നിങ്ങളൊരു ചാർജർ നോക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മൾ കുറേ ഇതിനു മുമ്പ് കേഴ്സറും അതുപോലെ ഡോക്ടർ.com ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു 1500 മുകളിൽ വരുന്നൊരു റേഞ്ചിൽ വരുന്നൊരു നല്ല ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരു 1200 1300 റേഞ്ചിൽ വരുന്നൊരു പ്രോഡക്റ്റാണിത്. അത്യാവശ്യം നല്ല വാറണ്ടി, ഒരു നമുക്ക് 1 ഇയർ വാറണ്ടി പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു. പിന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ 𝙑𝙑 UPSൻ്റെ എക്സ്ചേഞ്ചിൻ്റെയും അതുപോലെ വാറണ്ടി ക്ലെയിമിങ്ങിൻ്റെ ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു പോയി കാണാൻ നമ്മൾ മുകളിലിടാം. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെന്തായാലും ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചാൽ ഞങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഞാൻ 2-3 ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് തരാം. നമ്മൾ ഈ റേഞ്ചിൽ നമുക്കിപ്പോൾ ഇത് റീസെൻ്റ്ലി പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ അധികം പഴയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകുന്നില്ല, പക്ഷേ നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മളത് ട്രൈ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു ഓവറോൾ റിവ്യൂ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും നമ്മുടെ ഫ്രണ്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ഇത്. മെയിനായിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും വർക്ക് ഫ്രോം കാര്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ പറ്റില്ല. നമുക്ക് ഈ റേഞ്ചിൽ ഒരു 1200 രൂപയ്ക്ക് ഒരു കിട്ടുന്ന നല്ലൊരു പവർ ബാക്കപ്പ് ഒരു UPS 4 റൂട്ടർ തന്നെയാണ്. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു ഫസ്റ്റ് ഓവറോൾ റിവ്യൂ നമ്മുടെ എന്തൊരു ഫസ്റ്റ് ടൈം എക്സ്പ്രഷനിൽ എനിക്ക് തോന്നി. എന്താ വെച്ചാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താ പറയുക റീസ്റ്റാർട്ടും കാര്യങ്ങളൊന്നും ആവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് തോന്നും. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്തതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തപ്പോൾ കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.